പറഞ്ഞിരുന്നത്. ഇസ്ലാം മതം 5 തൂണിലാന്ന് പറയുമ്പോൾ എല്ലാവരും 5 തൂണിൽ ഇസ്ലാം നിൽക്കണു, നമ്മൾ വേറെ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകരുത്. എന്റെ ഇസ്ലാം നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ഇസ്ലാമും നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, ചിന്തിക്കാതെ, നൽകാതെ സുന്നത്തും ഫർളും നോമ്പും കാര്യങ്ങളും ഹജ്ജും എല്ലാം ചെയ്താലും അവനെ സംബന്ധിച്ചോളം ഇസ്ലാം പൂർണ്ണമല്ല, ഇസ്ലാം അവനിൽ ഭദ്രമല്ല. ഇസ്ലാമിന് ഉണ്ടാവേണ്ട ഗുണങ്ങളോ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഇസ്ലാമിന്റെ സൽഫലങ്ങളോ ഇവനിലൂടെ കാണാൻ കഴിയില്ല. ഈ 5 തൂണുകളിൽ ഒന്ന് തകർന്നവനായി എപ്പോഴും പൊളിഞ്ഞു വീഴാൻ പാകത്തിന് ഭദ്രതയില്ലാത്ത അപകടം പിടിച്ചൊരവസ്ഥയിലാണ് അവന്റെ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് മാത്രം അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സക്കാത്ത് എന്ന വിഷയം, എന്റെ ഇസ്ലാം പൂർണ്ണമാവണമെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഞാൻ ചിന്തിച്ചേ പറ്റൂ. അപ്പൊ എന്റെ വരുമാന മാർഗങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം, എന്റെ കയ്യിലുള്ള സംഖ്യകളെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം, കിട്ടുന്ന സാമ്പത്തിക സോഴ്സസുകളെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം. എന്നിട്ട് ഏതിലൊക്കെ എത്രയൊക്കെ സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്ന്, കൊടുക്കുന്നുണ്ടോ എന്ന് കൃത്യമായ ഒരു കണക്കും വ്യവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, സാമ്പത്തിക രംഗത്ത് ഉണ്ടാവണം. അല്ലാത്തവനെ സംബന്ധിച്ചോളം അവന്റെ നില അപകടത്തിലാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു സൊസൈറ്റിയിൽ വർദ്ധിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാത്ത ഒരു സമൂഹം ഒരു പ്രദേശത്ത് വളർന്നു വന്നാൽ അത് വലിയ ദുരന്തമാണ് വരുത്തിവെക്കുക. അതിന് ഭൗതികമായ ദുനിയവിയായ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഖിറത്തിൽ ഉണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പിന്നീട് നിങ്ങൾ കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സക്കാത്ത്. അങ്ങനെ ഉണ്ടല്ലോ, ഇത് കൊടുത്താൽ എന്താണ്, ഇത് കൊടുത്താൽ എന്താണ്? പലരെ സംബന്ധിച്ചിടത്തോളം പലരും മനസ്സിലാക്കി വെക്കുന്നത് സക്കാത്ത് കാശ് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയത് തന്നെയാണെന്നുള്ളതാണ്. അവനവന്റെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് പോയാൽ അത് പോയത് തന്നെയാണ്, പിന്നീട് തിരിച്ചു കിട്ടൂല. ഈ പേടിയാണ് എല്ലാവരെയും നയിക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാരെയും. സക്കാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല നമുക്കുണ്ടാവേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമികമായി സക്കാത്തിനെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ ആദ്യമായി നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ അറിയോ? പടച്ച തമ്പുരാൻ അവനിറക്കിയ സമ്പത്തിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ ലോകരോട് കൽപ്പിക്കുകയാണ്. അവന്റെ സമ്പത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട്, നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്, അള്ളാഹുവിന്റെ സമ്പത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് അവൻ പറഞ്ഞ രീതിയിൽ ചെലവഴിക്കാൻ പറയാണ്. ഇതിനെന്താ മടിക്കേണ്ട ആവശ്യം? മടിച്ചാൽ അവൻ ആരാണ്? അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ, അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലോകത്ത് അവന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടനായ മനുഷ്യവർഗത്തിന് അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ദാരിദ്ര്യവും ദുരിതങ്ങളും ഇല്ലാതെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണത്. ആ വ്യവസ്ഥയ്ക്ക് എതിര് നിൽക്കുന്ന ഏറ്റവും വലിയൊരു ധിക്കാരിയായിട്ടല്ലേ സക്കാത്ത് നൽകാത്തവനെ കാണാൻ പറ്റുള്ളൂ, അല്ലെ? ഞാൻ നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാ? വലിയ താടിയും തൊപ്പിയും നിസ്കാരവും ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ അലംഘനീയമായ ഫറളായ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ആ കൽപ്പന മറുചോദ്യമില്ലാതെ അംഗീകരിക്കുകയും അനുസരിക്കുകയും പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഉൾക്കൊള്ളുകയും കൃത്യമായും വ്യവസ്ഥാപിതമായും അത് നടപ്പിലാക്കുകയും ചെയ്ത് അവന്റെ ഇഷ്ടദാസനാവണമെന്ന് ആഗ്രഹിക്കുകയാണോ വേണ്ടത്, അതോ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? അപ്പൊ സക്കാത്ത് കൊടുത്താൽ ഉണ്ടാവുന്ന ഏറ്റവും ഒന്നാമത്തെ മഹിമ എന്താണ്? അലംഘനീയമായ അള്ളാഹുവിന്റെ നിയമം പരിപൂർണമായി സ്വീകരിക്കുകയും മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങുകയും സംതൃപ്തിയോടുകൂടി നടപ്പാക്കുകയും അള്ളാഹു നിന്റെ ഇഷ്ടദാസന്മാരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന ആ മഹനീയ അവസ്ഥയിലേക്ക് ഒരടിമയ്ക്ക് ഉയരാൻ കഴിയുന്നു എന്നാണ് ഒന്നാമത്തെ നമുക്കെന്ന് മനസ്സിലാക്കാൻ കഴിയുക. മറ്റാരുടെ അല്ല, അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന ചാരിതാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ സൂറത്ത് തൗബയിൽ ഇങ്ങനെ പറയുന്നു, ഫൈൻ താബൂ വഅഖാമു സ്വലാത വആതു സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ വനുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? ഫൈൻ താബൂ, അവർ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, വഅഖാമു സ്വലാത, നമസ്കാരം നിലനിർത്തിയാൽ, വആതു സകാത, സകാത്തും നൽകിയാൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അങ്ങനെ ചെയ്താൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്.
വനുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യഅലമൂൻ. മനസ്സിലാക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് നാം ആയത്തുകൾ ഇങ്ങനെ വിശദീകരിച്ചു തരുമെന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. ഇവിടെ അടിവരേണ്ട കാര്യം, ഒരു വ്യക്തി മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ സക്കാത്ത് കൊടുത്തേ പറ്റൂ എന്നാണ് ആയത്തിൽ പ്രതിപാദിക്കുന്നത്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാള് മുസ്ലിമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിൽ അവൻ അംഗത്വമില്ല എന്ന്. ഇതാണ് ആ നിയമം അനുസരിക്കുന്നതുകൊണ്ട്, ഈ സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഖുർആൻ പരിശോധിച്ച പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സമ്പത്ത് നമ്മൾ മനസ്സിലാക്കിയത് തന്നെ, ഈ ലോകത്തെ മുഴുവൻ സമ്പത്തും എന്റെയും നിങ്ങളുടെയും കയ്യിൽ പരിമിതമോ വിശാലമോ എത്ര ആയാലും വേണില്ല, ഉള്ള സമ്പത്ത് മുഴുവനും ലില്ലാഹി ഫീ യദി എന്നാണല്ലോ ഒരു സഹാബി പറഞ്ഞ മറുപടി. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ലില്ലാഹി ഫീ യദി, എന്റെ കയ്യിൽ എത്ര കോടി ഉണ്ടെങ്കിലും എന്ത് സമ്പത്താണെങ്കിലും ലില്ലാഹി അത് അള്ളാഹുവിന്റേതാണ്. പക്ഷെ ഫീ യദി, അതിന്റെ ഒരു കൈകാര്യകർത്താവ് മാത്രമാണ്. ഒരു നിശ്ചിത കാലയളവ് വരെ എന്റെ തന്നിട്ടുണ്ട്. അത് കുറെ ഷോപ്പുകളായിട്ട്, കുറെ തോട്ടങ്ങളായിട്ട്, കുറെ മറ്റ് സ്ഥാപനങ്ങളായിട്ട് പലതായിട്ടുണ്ടാവാം. എല്ലാം അള്ളാഹുവിന്റേതാണ്. പക്ഷെ ഞാനാണ് ഇപ്പൊ അതിന്റെ കൈകാര്യകർത്താവ്. ഒരു നിശ്ചിത പരിധി വരെ എപ്പോഴാണ് എന്നും തട്ടിമാറ്റിയെന്ന് എനിക്കറിയില്ല. അതുവരെ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നൊരു ബോധം മാത്രമേ, എന്നൊരു കാഴ്ചപ്പാട് മാത്രമേ സമ്പത്തിനോടുണ്ടാകാവുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് കേട്ടോ. പറഞ്ഞമാരി എളുപ്പമല്ല. ഇത് എന്റേതല്ല എന്ന്, എന്റെ സമ്പത്തിനെ മുഴുവനും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതൊന്നും എന്റേതല്ല എന്ന് പറയുമ്പോൾ ആർക്കാ ധൈര്യം? നിങ്ങൾ പറയും, ആരാ പറയാ? ഒരു യഥാർത്ഥ വിശ്വാസിയല്ലാതെ ആരും പറയില്ല. യഥാർത്ഥ വിശ്വാസി അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹു നമ്മൾ ആക്കട്ടെ. ആയിട്ടെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പറയോ? നമ്മളാരും പറയും. അറബി പറഞ്ഞു പെട്ടെന്ന്, ലില്ലാഹി ഫീ യദി, നാടൻ അറബി. ഇതൊക്കെ എന്താ? ഇത് അള്ളാന്റെയാണ്, എന്റെ കയ്യിലുള്ളത്. നമ്മൾ എന്താ പറയാ? അലങ്ങി പോകരുത്. അതും എന്റെയാണ്, ഇതും എന്റെയാണ്. ആരാണ്ടുണ്ടെങ്കിൽ അതും എന്റെയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അവനാന്റെ മാത്രമല്ല, ആരുടെയൊക്കെ അവനെ ഇത് വരുത്താൻ പറ്റുമോ അങ്ങനത്തെ അവസ്ഥയിലാണ് തിരിയണം. ഞാൻ പറഞ്ഞതല്ലേ, നമ്മളെ ഇസ്ലാം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായേ പറ്റൂ. എല്ലാ വഷളത്തരം നടക്കുന്നത് സാമ്പത്തിക രംഗത്താണ്. നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സക്കാത്ത് എന്ന വിഷയത്തിൽ പരിമിതമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കണില്ല. എത്ര വലിയ ഇബാദത്തുകാരനെയും, എത്ര വലിയ താടിക്കാരനെയും, എത്ര വലിയ പ്രാസംഗികനെയും, എത്ര വലിയ നേതാവിനെയും എടുത്തു നോക്കിയാൽ സമ്പത്ത് വെച്ച് അളന്നു നോക്കിയിട്ട് മാന്യതയുടെ ഡിഗ്രി കണക്കാക്കുകയാണെങ്കിൽ അധികമൊന്നും ഉണ്ടാവില്ല. വളരെ പ്രയാസമാണ്. അതാണ് കാശ് എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെന്തിനാ പറഞ്ഞു എന്ന് വെച്ചാൽ, സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റേതാണ്. എന്റെ കയ്യിൽ അള്ളാഹു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വഫി അംവാലിഹിം ഹഖ്ഖുൻ മാലൂം ലിസ്സായിലി വൽ മഹ്റൂം. ലോകത്ത് വിപ്ലവം വരുത്തിയ, പിന്നെ ഒരു ദർശനത്തിനും ഒരു ദാർശനികനും കണ്ടെത്താൻ കഴിയാത്ത ഇസ്ലാം ലോകത്ത് അവതരിപ്പിച്ച ഏറ്റവും നൂതനമായൊരു സാമ്പത്തിക വിപ്ലവമാണത്. ഇത് പറയാൻ ഒരു മണിക്കൂർ എനിക്ക് വേറെ വേണം.